പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടി തേക്കിൻകാട് മൈതാനം തൃശ്ശൂരിൽ നടത്തിയതിനു ശേഷം ആ മൈതാനം പൂർണ്ണമായിട്ടും വൃത്തിയാക്കി എന്നുള്ളത് പത്രവാർത്ത കണ്ടു. സമ്മേളനം നടത്തിയവരുടെ കൂടെയുള്ളവർ തന്നെയാണ് വൃത്തിയാക്കിയത്. അത് വലിയൊരു കാര്യമായിട്ട് അല്ല, പക്ഷെ അങ്ങനെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളും 3 മാസത്തിലൊരിക്കൽ വൃത്തിയാക്കി എന്ന് വിചാരിക്കാം. എല്ലാ ഹൈന്ദവ സ്ഥാപനങ്ങളും 3 മാസത്തിലൊരിക്കൽ ഒരു സേവന ദിനം അങ്ങനെ ഉപയോഗിച്ചാൽ നമ്മുടെ അമ്പലങ്ങളൊക്കെ എത്ര വൃത്തിയാവും. ഇപ്പോഴും ധാരാളം അമ്പലങ്ങൾ വൃത്തികേടായിട്ടിരിക്കുന്നുണ്ട്. മറ്റ് മതത്തിൻ്റെ ദേവാലയങ്ങൾ വളരെ നന്നായിട്ടിരിക്കുമ്പോൾ ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കാൻ അവിടെ കാരണവുമുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ദേവാലയങ്ങൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ സംഘടനകൾ, അവരുടെ ഓഫീസുകൾ, ഓഫീസിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, അത് NSSൻ്റെ ആയാലും SNDPയുടെ ആണെങ്കിലും സ്കൂളാണെങ്കിലും കോളേജാണെങ്കിലും ആശ്രമമാണെങ്കിലും ആത്മീയ കേന്ദ്രമാണെങ്കിലും ക്ഷേത്രങ്ങളാണെങ്കിലും അവിടെയൊക്കെ 3 മാസത്തിലോ 2 മാസത്തിലോ ഒരിക്കൽ ഒരു അര ദിവസം ഇതേപോലെ തേക്കിൻകാട് മൈതാനിയിൽ യുവമോർച്ച പ്രവർത്തകരെ ക്ലീൻ ചെയ്ത മാതിരി ക്ലീൻ ചെയ്താൽ ആ സമൂഹത്തിന് തന്നെ അതൊരു മാതൃകയായിത്തീരും. നമ്മളെ ക്ലീൻ ചെയ്യേണ്ടത് അകത്തും പുറത്തും നമ്മുടെ ഉത്തരവാദിത്വമാണ്. അമ്പലത്തിലെ ഭാരവാഹികൾ അതിനെത്രത്തോളം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. കാരണം പൈസ ചെലവാക്കാതെ ക്ലീൻ ആവുന്നു എന്നുള്ളത് അവർക്കും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ തേക്കിൻകാട് മൈതാനിയിലെ മാതൃക നമുക്ക് വളരെ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.